ആരോഗ്യ മേഖല വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്നത് ഇന്നാണെങ്കിൽ ഇന്നലെ 5 പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUയിൽ തീപിടിച്ചതിൻ്റെ ഭാഗമായി മരണപ്പെട്ടത്. അപ്പം ഈ ആരോഗ്യ മേഖലയിൽ തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം എത്ര പേരുടെ ജീവൻ ഈ ആരോഗ്യം ഉൾപ്പെടുത്തും? നമുക്കറിയാം, ഇവിടെ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാത്രമാണ് വിളപ്പിൽശാല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. അവിടെ ബിൻസീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അർദ്ധരാത്രി ഹൃദയവേദനയുമായി ചെന്നപ്പോൾ ചികിത്സ നിഷേധിച്ച് ഗേറ്റടച്ചത് നമ്മളെല്ലാവരും കണ്ടായിരുന്നു. അന്ന് ആരോഗ്യ വകുപ്പിനോട് നമ്മൾ ചോദിച്ചു, ആ ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് സമരം ചെയ്തവരെ പരിഹസിച്ചത് നമ്മൾ കണ്ടത്. പിന്നീട് അവിടെ കൊണ്ട് നമ്മൾ അത് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിൽ ചെയ്തിട്ടില്ല. ഇതേ ജില്ലയിൽ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ ഹസ്ന എന്ന് പറയുന്ന 21 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി ഇന്ന് മലവിസർജനം നടത്തുന്നത് ജനനേന്ദ്രിയത്തിലൂടെയാണ്, മൂത്രനാളിയിലൂടെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ്റെ ശരീരഘടനയിൽ നിന്ന് മലവിസർജനം ജനനേന്ദ്രിയത്തിലൂടെ നടത്തേണ്ട ഒരു ഗതികേട് വന്നത് ഈ സർക്കാരിൻ്റെ ഗതികെട്ട ആരോഗ്യ വകുപ്പിൻ്റെ വീഴ്ച കാരണമാണ് എന്ന് പറയുമ്പോൾ ആരാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാം, ഹർഷിന 5 വർഷമാണ് ശരീരത്തിനുള്ളിൽ കത്രിക കിടന്നത്. വേണു പിന്നെ ഞാൻ മരിക്കാനുണ്ടാകുന്ന കാരണം ആരോഗ്യവകുപ്പിൻ്റെ ചികിത്സാ നിഷേധമാണെന്നും ധിക്കാരമാണെന്നും മരണമൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് വേണു മരണപ്പെട്ടു. പാലക്കാട് ചിത്രലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അതിനുശേഷമാണ് നമുക്കറിയാം ഈ എറണാകുളത്തൊരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് കത്രിക കണ്ടത്. അപ്പോൾ നിരന്തരമായ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചകൾ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഹസ്നയ്ക്കുണ്ടായ ചികിത്സാ പിഴവിന് ശേഷം ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നപ്പോഴാണ് അതേ ആശുപത്രിയിൽ അതേ ഡോക്ടർ കാരണം ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു നവജാത ശിശുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്.